മോട്ടറോളയുടെ മോട്ടോ G15 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G15 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടോ G15 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം പഴയ വെർഷനിൽ അതായത് G14 HD റെസൊല്യൂഷനാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നു എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ IPS LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈനൊക്കെ വരും, പഞ്ചോൾ വരിക, ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമായിരിക്കും ഈ ഒരു ഫോണിൽ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ വന്നേക്കാം, പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഒരു 8000 അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 190 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.17 mm ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ഗ്രീൻ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. IP54 റേറ്റിംഗ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ IP54 റേറ്റിംഗ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G81 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 8000 അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. വില അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ആയിരിക്കില്ല ഇത്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ 8 GB റാം വരെയും 256 GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാം ആയിരിക്കും ഇതിൽ വരിക. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നതായിരിക്കും. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും, പക്ഷേ മിക്കവാറും അത് ഗ്ലോബൽ മാർക്കറ്റിൽ മാത്രമായിരിക്കും വരിക. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു NFC-യുടെ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇന്ത്യയിൽ NFC എന്നുള്ള ഫീച്ചർ അത്ര ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫീച്ചറൊന്നുമല്ല. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ NFC എന്നുള്ള ഫീച്ചർ മിസ്സായി എന്നുള്ളത് വലിയൊരു ഡീൽ ബ്രേക്ക് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ മിക്കവാറും സിംഗിൾ സ്പീക്കർ ആയിരിക്കും വരിക. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. രണ്ടാമത് 5 MP ഒരു സെൻസർ ആയിരിക്കും. അപ്പം ഇത് ചിലപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററി വരുന്നതായിരിക്കും. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരിക €200 പ്രൈസിങ്ങിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില അത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മോട്ടറോളയുടെ ഫോണുകൾ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നല്ല, ഈവൻ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം വില എന്തായാലും 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 8,000 അല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. 7,000 to 8,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ G15 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.